ഔട്ട് ആൻഡ് ഔട്ട് പോസിറ്റീവ് പടം ആണാണ്. ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യാനേ പറ്റത്തില്ല. ഇത് കൊള്ളാത്തൊരു പടം, വൃത്തിയായിട്ടൊരു പടം. അവർക്ക് ഈ ബുദ്ധിയില്ല, ചാണകം തളിക്കാത്തതുകൊണ്ട് നടക്കുന്ന ടീംസ് മാത്രമേ പറയുള്ളൂ. വിവാദങ്ങൾക്കെല്ലാം ശേഷം ഷൈനികത്തിന്റെ റൊമാൻറ്റിക് മൂവി ഹാൽ ക്രിസ്മസ് റിലീസായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹാൽ കണ്ടിറങ്ങിയ ഓഡിഷനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ റിവ്യൂലേക്ക്. ഹാൽ എങ്ങനെയുണ്ട്? വൃത്തിയായിട്ട പടം. സത്യസത്യമായിട്ട് പറയുകയാണെങ്കിൽ കൊള്ളത്തില്ല. എന്താ ഇഷ്ടപ്പെടായിരുന്ന കാരണം? ഇത് ഞാൻ ട്രെയിലർ കണ്ടപ്പോ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പടമെന്ന് വിചാരിച്ചു വന്നത്. ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വന്ന സിനിമ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യാനേ പറ്റത്തില്ല. ഇത് കൊള്ളാത്തൊരു പടം, വൃത്തിയായിട്ടൊരു പടം. ടീമിനെ പറ്റി പറയുകയാണെങ്കിലോ, ഷൈനികത്തിന്റെ ആക്ടിങ് അതിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷൈനിക ശരിക്കും ഞാൻ ഷൈനികത്തിന്റെ ഒരു നല്ലൊരു ഫാനായിരുന്നു. പക്ഷെ ഇതിനകത്ത് പുള്ളി ഫുള്ള് എന്തോ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണക്ക് എനിക്ക് അങ്ങനെ ഒരു സാധനമായിട്ട് ഫീൽ ചെയ്തത്. മൊത്തം കംപ്ലീറ്റ് ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ്. പടത്തിനൊരു ലൈഫില്ല. പടം കൊള്ളാം. എന്താ ഇഷ്ടപ്പെട്ടത് കൂടുതൽ? മതത്തിനെ പറ്റി അതാണ് ഇഷ്ടപ്പെട്ടത്. നല്ലൊരു പടം. ലാഗ് എന്തെങ്കിലും ഉണ്ടോ? അതോ ലാഗൊന്നുമില്ല. നല്ല സിനിമ. നല്ല സിനിമ കൊള്ളായിരുന്നു. നല്ല സിനിമ. ഫുൾ എൻഗേജിങ് ആണോ കണ്ടിരിക്കാനൊക്കെ? ആണാണ്. പോസിറ്റീവായിട്ട് എന്തൊക്കെയാ തോന്നിയത്? പോസിറ്റീവായിട്ട് എല്ലാം പോസിറ്റീവാ, ബോറൊന്നുമില്ല. ഫുള്ള് ഔട്ട് ആൻഡ് ഔട്ട് പോസിറ്റീവ് പടം ആണാണ്. അത്രേ ഉള്ളൂ. ഈ സിനിമ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നല്ലോ, ലോ ബേസ്ഡ്. അതിന്റെ എന്തെങ്കിലും കാണാനുണ്ടോ സിനിമയിൽ? ഇല്ല, ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല, കണ്ടോണ്ടിരിക്കുക. ബാൻ ചെയ്യാൻ പറ്റുന്ന സംഭവം ഇല്ലല്ലോ. ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെയാണ്. എങ്ങനെയുണ്ട്? വിവാദങ്ങൾക്ക് ശേഷം ഇറങ്ങിയത് ആ ബീഫിന്റെ സംഭവം അതുപോലെ തിയേറ്ററിൽ കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഈ വിവാദങ്ങൾ പറയുന്നവരെ പറ്റി ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ ബുദ്ധിയില്ല, ചാണകം തളിക്കാത്തതുകൊണ്ട് നടക്കുന്ന ടീംസ് മാത്രമേ പറയുള്ളൂ. ഈ സിനിമയും ഒരു ലവ് ജിഹാദിനെ പറ്റിയുള്ള രീതിയിലാണ് ഈ പടം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ പടം എത്രത്തോളം ആൾക്കാർക്ക് പിടിക്കുമെന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ കണ്ട് പറഞ്ഞതാണ്. ആൾക്കാരുടെ മേലൊരു മതം അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് ഒരിക്കലും ഇന്നത്തെ കാലത്ത് അക്സെപ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾക്ക് മതം വേണമെങ്കിൽ നിങ്ങളത് കൊണ്ടു നടക്കാം. മറ്റൊരാളെ തലയിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൽ ഒരിക്കലും നടക്കില്ല. അതിനെയാണ് ഈ പടം മെയിനായിട്ട് കാണിക്കുന്നത്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും കണ്ട് ക്രിഞ്ച് ടൈപ്പാണ്. അത് കണ്ടോണ്ടിരിക്കണമെന്നില്ല. ഷെയിൻ്റെ ആണെങ്കിലും നായകനാണെങ്കിലും ആക്ടിങ്ങും കാര്യങ്ങളെല്ലാം പക്കയാണ്. പക്ഷെ ഒരു കഥ, ഒരു നല്ലൊരു കഥയില്ലാത്ത ഈ കഥയുടെ മെയിൻ പ്ലോട്ട് ഇതായതുകൊണ്ട് നമുക്ക് വലിയൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ട് സാധനമാണ്. അപ്പം നിങ്ങൾക്കൊരു മതം ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രം പേഴ്സണലാണ്. മറ്റൊരാളെ നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ഈ പടത്തിൽ കാണിക്കുന്ന നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനെപ്പറ്റി പറയുന്ന കുറേ മെസ്സേജുകളും കാര്യങ്ങളേ ഉള്ളൂ. ഒരു വൺ ടൈം വാച്ചബിൾ, അത്രേ ഉള്ളൂ. സംഖ്യ ആണെങ്കിലും ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, അത് ഒരാളെ പേഴ്സണൽ കാര്യമാണ്. മതത്തിൻ്റെ അതിനെ ഭയങ്കരമായിട്ട് താരതമ്യം ചെയ്ത് കൊണ്ടുവരാൻ രീതിയിലുള്ളൊരു ലെവലിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഈ പടത്തിന്റെ ഒരു തിരക്കഥ തന്നെയാണ് പടത്തിന്റെ പേര് മോശം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് പടം പോയത്. പടം എങ്ങനെയുണ്ട്? ഈ കുറെ വിവാദങ്ങൾ ജിഹാദിന്റെ ഒരു രീതിയിലാണ് എടുത്തത്. കാണേണ്ടതാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ഓവറോൾ നല്ല പടമാണ്. സിനിമയുടെ തീമിനെ പറ്റി പറയുകയാണെങ്കിലോ? തീം അങ്ങനെ ലവ് സ്റ്റോറിയാണ്. അത്രേ ഉള്ളൂ.